കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞ വിശേഷത്തിന്റെ ബാക്കി ഇപ്പൊ പറയുന്നത്. അപ്പൊ അത് കാണാത്തവര് ഇന്നലെ ഉച്ചയ്ക്ക് കയറി കണ്ടറിയാം. അല്ല അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്കത്തെ വിശേഷത്തിലാണ് ഞാൻ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ. അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു ശ്രീകാന്തിന്റെയും വർഷയുടെ കല്യാണ ക്ഷേത്രത്തിൽ നടക്കാൻ പോവാണ്. അങ്ങനെ തിരുമേനി താലിയൊക്കെ പൂച്ചോണ്ട് കൊടുത്തു. വർഷയുടെ കഴുത്തില് ശ്രീകാന്ത് താലി ആർത്തോണ്. ദേവും ഫ്രണ്ട്സും എല്ലാവരും കൂടെ അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് അവരെ ആശീർവദിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് മാലയൊക്കെ ഇട്ട് വർഷയുടെ നെറ്റിയിലെ കുങ്കുമൊക്കെ ചാർത്തുന്നുണ്ട് ശ്രീകാന്ത്. ഈ സമയത്താണ് രേവതി അങ്ങോട്ട് വരുന്നത്. കുറെ സമയമായി ശ്രീകാന്ത് അകത്തേക്ക് കയറി പോയിട്ട് ഇവനിത് എവിടെ പോയിരിക്കുമെന്ന് ഓർത്തോണ്ട് രേവതി അകത്തേക്ക് കയറി വരുവാണ്. അപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. പരസ്പരം മാലയൊക്കെ ഇട്ട് നിൽക്കുന്ന ശ്രീകാന്തിനെയും വർഷേനെ ഈ കാഴ്ച കണ്ടതും രേവതിക്ക് സഹിച്ചില്ല. പെട്ടെന്ന് രേവതിക്ക് ഒരു നിമിഷം ഓർത്തു സ്വപ്നമാണ് കാണുന്നതെന്ന്. പെട്ടെന്നാണ് മനസ്സിലായത് അല്ല ശരിക്കും നടന്ന സംഭവം തന്നെയാ. പെട്ടെന്ന് ശ്രീകാന്തൻ ഒറ്റ വിളിയായിരുന്നു. ശ്രീകാന്തൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. രേവതിനെ കണ്ടതും എന്ത് ചെയ്യണമെന്നറിയില്ല. രേവതിയെ കൊണ്ട് പാഞ്ഞു ചെല്ലുവാണ്. അപ്പൊ നീ ഇതിനു വേണ്ടിയിട്ടായിരുന്നില്ലേ എന്നെ കള്ളത്തരം പറഞ്ഞും കൂടെ കൂട്ടിക്കൊണ്ട് വന്നല്ലേ നീ ചോദിക്കുക. നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ ഇങ്ങനെ ചെയ്യാനായിട്ട്. പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു ഏട്ടത്തി ഞാൻ കൂടുതലൊന്നും പറയണ്ട, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. അപ്പൊ നീ ചതിക്കുമായിരുന്നില്ലേ. നീ എന്നെ മാത്രമല്ല ചതിച്ചേ, വീട്ടുകാരെ മുഴുവൻ ചതിച്ചേ. പിന്നീട് വർഷയോട് പറഞ്ഞു പക്ഷേ നിനക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നി. വർഷ പറഞ്ഞു ചേച്ചി ഞാൻ കൂടുതലൊന്നും പറയണ്ട. അപ്പോഴാണ് ദേവു അവിടെ നിൽക്കുന്നുണ്ട്. ദേവുവിനെ കണ്ടതും വല്ലാത്ത ദേഷ്യവും സങ്കടവും ഒക്കെ ഒന്ന് രേവതിക്ക്. ഈ സമയം ദേവു വന്നിട്ട് പറഞ്ഞു അത് ചേച്ചി അവരെ വഴക്കൊന്നും പറയരുത്. പക്ഷേ ശ്രീകാന്ത് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, അതുകൊണ്ടാന്ന് പറയണം. ഇത് കേട്ടും ദേവുവിന്റെ കയ്യിൽ ഇങ്ങോട്ട് പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. അങ്ങോട്ട് മാറ്റി എടുത്തിട്ട് നീ എന്താടി പറഞ്ഞേ അവർ തമ്മിൽ ഇഷ്ടത്തിലാന്നു. ഇഷ്ടത്തിലുള്ള എല്ലാവരും ഒന്നിപ്പിക്കാൻ വേണ്ടി നടക്കുവാണെന്ന് ചോദിച്ചിട്ട് കുറെ അടി കൊടുക്കുന്നില്ല. പിന്നീട് അവളുടെ കർണം തോർത്ത് ഒറ്റ എണ്ണം കൊണ്ട് കൊടുക്കുകയാണ്. ഇതെന്തിനാണെന്നറിയാവോ, ഇതെങ്ങാനും വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നറിയാവോ. എന്നെ ആദ്യം വീട്ടിൽ നിന്ന് പുറത്താക്കും. അത് മാത്രമല്ല സച്ചിയാണ്ട് എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിലോ നീയും കൂടി ചേർന്നിട്ടായി വാ നടത്തിയെന്ന് മനസ്സിലാവും. അത് മാത്രമല്ല ഇപ്പൊ കുറ്റം എന്റെ തലയിലേക്കും വരും. ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്യുന്ന മട്ടിലായിരിക്കും ഇനിയിപ്പോ. ഇതെല്ലാം അറിഞ്ഞോട്ട് എന്നെ ചതിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ശ്രീകാന്തെന്ന് ചോദിക്കുക. ഏട്ടത്തി ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. പെട്ടെന്ന് എന്നെ രേവതി പറഞ്ഞു എനിക്കറിയാം നീ ഇനിയിപ്പോ കൂടുതലൊന്നും പറയണ്ട, നിന്റെ മനസ്സിൽ ഇപ്പൊ എന്താന്ന് മനസ്സിലായി. എന്നാലും ഇത്രയും വലിയ ചതി വേണ്ടായിരുന്നു പറയാം. പിന്നീട് വർഷയുടെ അടുത്ത് എന്നിട്ടുണ്ട് എന്നാലും ഒരു മാസത്തെ പരിചയമല്ലേ ഉള്ളൂ നീ ഇവനും തമ്മിൽ. ഇത്ര നാൾക്കുള്ളിൽ നിങ്ങൾ ഇത്ര മാത്രം അടുക്കാൻ എന്താ കാരണം? അല്ലെങ്കിൽ ഈ ഒരു മാസത്തെ പരിചയം കൊണ്ടാണ് നിങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചതെന്ന് ചോദിക്കുക. പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു ഏട്ടത്തി ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല, എനിക്ക് അവളെ അറിയാം, അവൾക്ക് എന്നെ അറിയാന്ന് പറയാം. രേവതിയോട് വർഷം പറഞ്ഞു എനിക്ക് ഏട്ടത്തിനെ അറിയാം, ഒരു മാസത്തെ പരിചയമുള്ളെന്ന് പറഞ്ഞു ശ്രീകാന്തുമായിട്ട്. അതുപോലെ തന്നെ ഏട്ടത്തിനെ എനിക്ക് ഒരു മാസത്തെ പരിചയമുള്ളൂ. പക്ഷെ ആ പരിചയത്തിനുള്ളിൽ തന്നെ എനിക്ക് ഏട്ടത്തിനെ മനസ്സിലായിട്ടുണ്ട്. ഏട്ടത്തിന്റെ സ്വഭാവം അറിയാം, ഏട്ടത്തി നല്ലവളാന്നറിയാം. അതുകൊണ്ട് ഞാനാ ശ്രീകാന്തിനോട് പറഞ്ഞേ ഏട്ടത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട്, ഏട്ടത്തിയുടെ അനുവാദം മേടിക്കാനായിട്ട്. ഏട്ടത്തിയുടെ ആശീർവാദം എങ്കിലും ഞങ്ങൾക്ക് വേണം, അതുകൊണ്ടാ ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞേ. ശ്രീകാന്തിനോട് ചോദിച്ചു അപ്പം നിനക്ക് അച്ഛൻ്റെ അമ്മയുടെ ഒന്നും അനുഗ്രഹം ഒന്നും വേണ്ടേന്ന് ചോദിക്കുക. അതുപോലെ തന്നെ വർഷയ്ക്കും വേണ്ടേന്ന് ചോദിക്കുക. ശ്രീകാന്ത് പറഞ്ഞു ഏട്ടത്തിക്ക് അറിയാലോ അവരെന്തായാലും വരാനോ ആശീർവദിക്കാനോ ഒന്നും പോകുന്നില്ല. അപ്പൊ ഏട്ടത്തിയുടെ ആശീർവാദം എങ്കിലും ഉണ്ടെങ്കിൽ അതെങ്കിലും കിട്ടുമല്ലോ എന്ന് ഓർത്തോണ്ടാന്ന് പറയാം. കൂടുതലൊന്നും പറയണ്ട, ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ അവസ്ഥ എന്താന്ന് നീ ചിന്തിച്ചോ. നീ എന്ന് വെച്ചാൽ ജീവനാണ്. ഇപ്പൊ തന്നെ ആണെങ്കിലും അറിയാലോ വർഷയുടെ അച്ഛന്റെ പേരില് സച്ചിയുടെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവിടെ സ്വഭാവം വെച്ച് അങ്ങനെയാണ്. എന്നിട്ട് പോലും സച്ചിയുടെ നിന്നോട് എന്താ പറഞ്ഞേ ഒരു കാരണവശാലും ഇതേ ഇങ്ങനൊരു ബന്ധമായിട്ട് നീ മുന്നോട്ട് പോവരുത്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അതുപോലും കട്ട് ചെയ്താൽ പറഞ്ഞേക്കുക. എന്നിട്ടാണോടാ നീ ഇങ്ങനെ ഇവളെ വിവാഹം കഴിച്ചേ, നീ എങ്ങനെ വീട്ടിലേക്ക് വരുമെന്ന് ചോദിക്കുക. എനിക്കറിയില്ല എടുത്തി, പക്ഷേങ്കിൽ ഇപ്പൊ എനിക്ക് ഇവളെ വിവാഹം കഴിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. ഇവളെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഇവൾക്ക് കല്യാണമൊക്കെ ആലോചിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുക. 15-ാം തീയതി ഇവളുടെ മാരേജ് ഫിക്സ് ചെയ്തിരിക്കുക എന്ന് പറയാം. വർഷ പറഞ്ഞു അതേ ഏട്ടത്തി ഞാൻ നോക്കി വേറെ ഒരു മാർഗം കണ്ടില്ല, അതുകൊണ്ട് മാത്രാ, അല്ലെങ്കിൽ ഒരു കാരണവശാലും ബന്ധത്തിന് ഞാൻ മുതിരില്ലായിരുന്നു പറയാം. രേവതി പറഞ്ഞു അച്ഛൻ്റെ അമ്മയുടെ ആശീർവാദത്തോട് കൂട്ടിയിട്ട് വേണം വിവാഹം നടത്താനായിട്ട്, ഇല്ലെങ്കിൽ കാത്തിരിക്കണമായിരുന്നു. നീക്ക് ഈ പറഞ്ഞ 10-40 വയസ്സൊന്നും ആയല്ലോ, 10-22 വയസ്സല്ലേ ആയുള്ളൂ. അതിനുള്ളിൽ തന്നെ നിങ്ങൾ എടുത്തിയാടി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. കാരണന്മാർ എത്ര വേദനിക്കും നിങ്ങൾക്ക് വല്ല ബോധ്യം ഉണ്ടോന്ന് ചോദിക്കാം. അത് പിന്നെ എടുത്ത് വേറെ കല്യാണം ആലോചിച്ചോണ്ട് ഏത് കല്യാണം ആലോചിച്ചാലും എനിക്ക് സമ്മതമല്ല, എനിക്കിപ്പോ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ലേ വേണ്ടേ, അതിന് അവരെ ധിക്കരിച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുവാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. എടുത്തി ഞാൻ പറഞ്ഞല്ലോ നീ കൂടുതലൊന്നും പറയണ്ട ശ്രീകാന്തേ, ഇപ്പൊ നീ എന്നെ മാത്രമല്ല ഇതേ വീട്ടുകാരെ മുഴുവൻ നീ ചതിച്ചേ. സച്ചേട്ടൻ അറിഞ്ഞു കഴിയുമ്പോ എന്താ ചെയ്യണമെന്ന് അറിയാലോ.
ഒരു കാര്യം ചെയ്യാം, ഞാൻ സച്ചേട്ടനെ വിളിച്ചങ്ങോട്ട് പറയാമെന്ന് പറയാണ്. ഈ സമയം ദേവ് വന്നിട്ട് പറഞ്ഞു, വേണ്ട എടുത്തി, വേണ്ട, വിളിച്ചു പറയണ്ട, അത് വല്ലാത്ത പ്രശ്നമാണെന്ന് പറയണം. ആവട്ടെ, അല്ലെങ്കിൽ കുറ്റം എല്ലാം കൂടെ മിക്കവാറും എൻ്റെ തലയിലേക്കും കൂടെ വരും. ഇവനെ അനുഭവിക്കാനുള്ള ഇവനെ അനുഭവിക്കട്ടെ, അല്ലെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യാൻ ഇവനെങ്ങനെ തോന്നിയെന്ന് പറയാം. പെട്ടെന്ന് വർഷം പറഞ്ഞു, വേണ്ട എടുത്തി, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയണേ. ഏട്ടത്തി ഒരു കാര്യം ചിന്തിച്ചോ, അന്ന് സച്ചേട്ടനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ ഏട്ടത്തിയുടെ കരച്ചിൽ കണ്ട് ഏട്ടത്തിനെ സഹായിക്കാനായിട്ട് വന്നേ. ഏട്ടത്തി അത്രമാത്രം സച്ചേട്ടനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ശ്രീകാന്തിനെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. ഒരു പക്ഷെ എനിക്ക് വേറൊരു വിവാഹം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ആലോചനയായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അയാൾ എനിക്ക് വിവാഹം കഴിക്കേണ്ടി വരും. അങ്ങനെ വന്ന് എൻ്റെ അവസ്ഥയെന്ന് ഓർത്ത് നോക്കിയേ, ഏട്ടത്തേക്ക് ചിന്തിക്കാൻ പറ്റുമോ? അപ്പൊ അതുപോലെ തന്നെ ഞാനും എൻ്റെ മനസ്സിൻ്റെ കാര്യത്തിന് മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുക. അപ്പോഴാണ് അങ്ങോട്ട് രജിസ്റ്ററിൽ സൈൻ ചെയ്യാനായിട്ട് തിരുമേനി അങ്ങോട്ട് വരുന്നത്. തിരുമേനിയുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ തിരുമേനി വന്നിട്ട് ചോദിച്ചു, എന്താ അവിടെ പ്രശ്നം, എന്തോ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടല്ലോ. അല്ല രേവതി മോളോ, നീ ഇത് എപ്പോഴാണ് വന്നിന്ന് ചോദിക്കുക. ഞാനിപ്പോ വന്നോളൂ. അല്ല തിരുമേനിയും കൂടെ അറിഞ്ഞോണ്ടാണ് എന്ന് ചോദിക്കുകയാണ്. എന്ത് ഈ വിവാഹം നടന്നേ? അല്ല എന്ത് പറ്റും മോളെ ഇപ്പം? ഈ വിവാഹത്തിന് ഇവരുടെ വീട്ടുകാരെ സമ്മതമല്ലായിരുന്നു, ഒളിച്ചോടി വന്ന് വിവാഹം കഴിക്കുന്നതെന്ന് പറയാം. തിരുമേനി പെട്ടെന്ന് അയ്യോ എനിക്കൊന്നും അറിയില്ലായിരുന്നു. ദേവു എന്നോട് പറഞ്ഞു, ദേവന്റെ ഫ്രണ്ടിന്റെ വിവാഹമാണ്, വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാന്ന് പറയണം. ഓഹോ, അപ്പൊ അതാണ് കാര്യം. രേവതി തിരിഞ്ഞ് ദേവുവിനെ നോക്കുക. ദേവുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് തിരുമേനിയുടെ കൂടെയുള്ള അയാൾ പറഞ്ഞു, അതെ ഈ രജിസ്റ്ററിൽ ഒന്ന് സൈൻ ചെയ്യണം, അല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് പ്രശ്നമാകുമെന്ന് പറയണം. പിന്നീട് ശ്രീകാന്ത് വർഷം സൈൻ ചെയ്യുക, സാക്ഷികൾ സൈൻ ചെയ്യണമെന്ന് പറയാം. പെട്ടെന്ന് രേവതിയെ കൊടുത്തപ്പോൾ രേവതി പറഞ്ഞു, എൻ്റെ എന്താ തരണ്ട, അതെ വലിയ വലിയ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ദേവുവിനെ ചൂണ്ടിക്കാണിച്ചോണ്ടാ വരുന്നത്, അവരോട് തന്നെ അങ്ങ് സൈൻ ചെയ്യാൻ പറ. ഏട്ടത്തി പ്ലീസ് ഏട്ടത്തി, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഏട്ടത്തി വേണം സൈൻ ചെയ്യാനെന്ന് പറയണം. പിന്നെ ഞാൻ സൈൻ ചെയ്യാനായിട്ട് എന്നിട്ട് വേണം, ഞാനൊന്നും പറയുന്നില്ല. അപ്പം മനഃപൂർവ്വം നീ എന്നെ സൈൻ ചെയ്യിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേന്ന് ചോദിക്കും. ഏട്ടത്തി അങ്ങനെയൊന്നും വിചാരിക്കില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തു പോലുമില്ല. ഏട്ടത്തി പ്ലീസ് ഏട്ടത്തി എന്ന് പറയണേ. പിന്നീട് തിരുമേനി പറഞ്ഞു, ഇനിയിപ്പം നടക്കാൻ പാടില്ലാത്ത നടന്നു, ഇനിയിപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിക്കണമെന്നായിരിക്കും ദൈവനിശ്ചയം. അതുകൊണ്ട് ഇനിയിപ്പോൾ അതൊന്നും നോക്കണ്ട. ദേവിയുടെ മുന്നിൽ വെച്ചിട്ടാ രണ്ടുപേരും താലിമാല ആർത്തിയേക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും രേവതി ചിന്തിക്കുക വേണ്ട, സൈൻ ചെയ്ത് കൊടുക്കുക, നല്ലൊരു ജീവിതം അവർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൈൻ ചെയ്യാൻ പറയാണ്. രേവതിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. തിരുമേനിയും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രേവതി സൈൻ ചെയ്യുവാണ്. പിന്നീട് സൈൻ ചെയ്ത് കഴിഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു, ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറയാം. രേവതി പറഞ്ഞു, അനുഗ്രഹിക്കാനാ? എൻ്റെ അനുഗ്രഹം അല്ല വേണ്ടേ, അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം വേണ്ടേ, ആദ്യം പോയി അവരുടെ അനുഗ്രഹം മേടിക്കാൻ പറയാം. അറിയാലോ, ഞാൻ എൻ്റെ അച്ഛനും അമ്മേനെ പോലെ കാണുന്ന ഒരാളെ ഏട്ടത്തി എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വർഷേ. അപ്പൊ എനിക്ക് ഏട്ടത്തിയുടെ അനുഗ്രഹം കിട്ടിയാൽ ബാക്കി എല്ലാവരുടെ അനുഗ്രഹം കിട്ടിയ പോലെയാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ തിരുമേനി വരെ ശരിയാ, രേവതി മോൾ ആർക്ക് മാല എടുത്തു കൊടുത്താലും അവർക്ക് നല്ല ഐശ്വര്യമായിട്ടുള്ള കുടുംബജീവിതമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. മാല കിട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ മോൾ അനുഗ്രഹിച്ചോ, ഒന്നുമില്ലേലും അനിയനല്ലേ, അനുഗ്രഹിച്ചോളാൻ പറയാണ്. അങ്ങനെ രേവതിയുടെ കാഴ്ചവട്ടിലേക്ക് വേണം അനുഗ്രഹം വാങ്ങുവാണ് ശ്രീകാന്തും വർഷേ. ഈ സമയം രേവതിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വീട്ടിൽ അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ച് ഓർത്ത് കഴിഞ്ഞപ്പം അത് അതിനേക്കാളും വലിയ ടെൻഷൻ. പിന്നീട് രേവതി അങ്ങോട്ട് പോയിട്ട് ഫോൺ വിളിക്കാൻ തുടങ്ങുവാണ് സച്ചിനെ. രേവതി ഇവിടെ, ഞാൻ എന്തായാലും സച്ചിനെ വിളിച്ച് പറയാൻ പോവാ, നീ വീട്ടിലേക്ക് വാ. അല്ല എടുത്തി, വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൂടുതലൊന്നും പറയണ്ട, വീട്ടിലേക്ക് വരണം. വീട്ടിലേക്ക് വന്ന് കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയട്ടെ, അല്ലെങ്കിൽ മിക്കവാറും എല്ലാ കുറ്റങ്ങളും എൻ്റെ തലയിലേക്കായിരിക്കും. കഷ്ടകാലത്തിന് നീ വിളിച്ചപ്പോൾ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി പോരുകയും ചെയ്തു. ഇനിയിപ്പോൾ അത് മതി, ഞാനും കൂടെ കൂടി നിന്നിട്ടായി വിവാഹം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ അറിയാലോ എന്താ ഭൂകമ്പം നടക്കാൻ പോണേന്ന്, അതുകൊണ്ട് നീ വരാൻ പറയാണ്. പെട്ടെന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യുക, ഏട്ടത്തി പൊക്കോ, ഞാൻ പുറകെ വന്നോളാം എന്ന് പറയാണ്. ഞാൻ വർഷയോട് കാരണം വന്നോളാം, ഏട്ടത്തി ആദ്യം പൊക്കോളാന്ന് പൊക്കോളാൻ പറയാണ്. ദൈവം പെട്ടെന്ന് പറഞ്ഞു, ഞാനും കൂടെ വട്ടേന്ന് ചോദിക്കണം, മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോ കടയിൽ നോക്കിയോണ്ട്, അല്ല തന്നെ മനുഷ്യർ ആദ്യം പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞ് രേവതി അങ്ങോട്ട് പോവാണ്. അങ്ങനെ രേവതി പോയി കഴിഞ്ഞപ്പം വർഷ ശ്രീകാന്തിനോട് ചോദിച്ചു, ശ്രീകാന്ത് എന്ത് ഭാവിച്ചാ വീട്ടിലേക്ക് പോകാനാണോ തീരുമാനം എന്ന് ചോദിക്കും. അല്ലാതെ പിന്നെ വീട്ടിലേക്ക് പോയാൽ ശരിയാകത്തില്ല, ഇപ്പൊ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും പ്രശ്നമാവും. എൻ്റെ വീട്ടുകാർ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരും, പ്രശ്നം ഉണ്ടാക്കും, എന്നെ ബലമായിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു പറയാം. അപ്പം ഇനി എന്ത് ചെയ്യും? എൻ്റെ ഫ്രണ്ടിൻ്റെ റിസോർട്ടുണ്ട്, അവിടെ ഞാൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് പോകാം. അവിടെ 2 ദിവസം താമസിച്ചാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ ഇങ്ങോട്ട് വന്നാലും കുഴപ്പമില്ലെന്ന് പറയാം. അതൊന്നും ശരിയാവത്തില്ല, അങ്ങോട്ടൊന്നും പോകണ്ടെന്ന് പറയും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പിടി കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കല്യാണം കഴിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. പിന്നെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, അതേ വർഷ പറഞ്ഞു, ശരിയാടാ, നീ ഒരു കാര്യം ചെയ്യുക, അവളോടൊപ്പം ഒന്ന് പോകാൻ നോക്ക്, ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയാൽ ആകെപ്പാടെ പ്രശ്നമായല്ലോ. എന്നാലും ഏട്ടത്തി എന്നീമ്പോൾ ഏട്ടത്തിക്ക് പ്രശ്നമാവല്ലേ, ഇപ്പം തന്നെ കണ്ടില്ലേ ഏട്ടത്തി ഇങ്ങോട്ട് വന്നില്ലേ, ഇനിയിപ്പോൾ അതിൻ്റെ പേരിലായിരിക്കും ഏട്ടത്തിക്ക് കുറ്റപ്പെടുത്തലുകൾ. വെറുതെ എന്തിനാ ആ പാവത്തിനെയും കൂടെ ഞാൻ ബുദ്ധിമുട്ടിലാക്കുന്നേ, അതിനെക്കുറിച്ചൊന്നും ഇപ്പം ശ്രീകാന്ത് ചിന്തിക്കേണ്ട. ഏട്ടത്തിയുടെ തടി നോക്കി നിന്നോളും. എൻ്റെ കൂടെ വരാൻ നോക്കാൻ പറഞ്ഞിട്ട്
ശ്രീകാന്തിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന വർഷനെ കല്യാണം കഴിക്കാനുള്ള ചെറുക്കൻ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചോണ്ട് ക്ഷേത്രത്തിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ എങ്ങും ആരെ കണ്ടില്ല. ഇവിടെ എവിടെ പോയിരിക്കുമെന്ന് ഓർത്തുണ്ട് അവിടെ എല്ലാം നോക്കുക, പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല. അങ്ങനെ നേരെ ക്ഷേത്രത്തിനകത്ത് കഴിയുമ്പോൾ അവിടെ ആരുമില്ല. കല്യാണത്തിൻ്റെതായ ഒരു ലക്ഷണങ്ങളും കാണുന്നില്ല. ഇതെന്താ ഇവിടെ ആരുമില്ലല്ലോ. പിന്നീട് വർഷയുടെ ഫോണിലേക്ക് വിളിക്കുക. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. പെട്ടെന്ന് ചോദിച്ചു. പെട്ടെന്ന് ഓർത്തു ഇവളിത് എങ്ങോട്ട് പോയി, എങ്ങോട്ടേലും പോയോ എന്താണെന്ന് അറിയത്തില്ല. പെട്ടെന്ന് തന്നെ അവൻ എന്ത് ചെയ്യാണ്, നേരെ വർഷയുടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വർഷയുടെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും മഹിമ ചോദിച്ചു, ആഹാ ഇതിന്റെ മോൻ തന്നെ വന്നേ, വർഷ എന്തിയെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം അവൻ പറഞ്ഞു, അതാ എനിക്കും ചോദിക്കാനുള്ള, വർഷ എന്തിയെ, അവൾ ഇങ്ങോട്ട് വിളിക്കാൻ പറയാണ്. അവൾ ഇവിടെ വന്നിട്ടില്ല മോനെ. എനിക്കറിയത്തില്ല ആൻറ്റി, എന്നോട് ഗിഫ്റ്റ് മേടിച്ചുകൊണ്ടിരാൻ പറഞ്ഞിട്ട് അവൾ അവിടെ നിൽക്കുന്നുണ്ട് ക്ഷേത്രത്തില്. പിന്നെ തിരികെ വന്നപ്പോൾ ഞാൻ കണ്ടില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതെന്നാ ഞാൻ എന്നാ വെറും കോമള എന്ന് വിചാരിച്ചോ? എനിക്ക് എൻ്റെതായ ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ട്, അറിയാലോ. ഞാൻ അവളുടെ ഇഷ്ടത്തിനൊന്നോർത്ത് തുള്ളി നിർത്തോണ്ട് എപ്പോഴും എന്നെ ഇങ്ങനെ ഒരു കോമാളിയാക്കാൻ ശ്രമിക്കണമെന്ന് അവളോട് പറഞ്ഞേരെ. അല്ല എന്താ മോനെ സംഭവിച്ചേ? അത് ഞാൻ കണ്ടില്ല അവളെ, അവൾ ഇവിടെ വന്ന് കാണുമെന്ന് ഓർത്തേ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇല്ല മോനെ എന്ന് പെട്ടെന്ന് മസൂദനം പറഞ്ഞിട്ട് മഹിമേനെ നോക്കുകയാണ്. അവളുടെ സ്വഭാവം മോനെ അറിയത്തില്ലാത്തോണ്ടാ. ഒരു പക്ഷേ ചിലപ്പോൾ ക്ഷേത്രത്തിൽ നിന്നപ്പോൾ ഫോൺ വന്ന് കാണുമാര് അവൾക്ക്. ഡപ്പി സ്റ്റുഡിയോന്ന് വിളിച്ചായിരിക്കും. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവള് വേറൊന്നും നോക്കത്തില്ല, ജോലിയൊന്നും നോക്കത്തില്ല, നേരെ ഓടിച്ചാടി അങ്ങോട്ട് പോത്തോളെന്ന് പറയാം. ഓഹോ, ഞാനോട് പലവട്ടം പറഞ്ഞാണല്ലോ ഈ ജോലി വേണ്ടെന്ന് വെക്കാൻ, എന്നിട്ട് അവൾ ഈ ജോലി വേണ്ടെന്ന് വെച്ചില്ലേന്ന് ചോദിക്കാം. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മോനെ, അവളുടെ പാഷൻ അത്, അതുകൊണ്ടാണ് അവൾക്ക് ഇത്ര ക്രേസ് ആയിട്ട് അവൾ ഈ ജോലിക്ക് വേണ്ടി ഓടി നടക്കണേന്ന് പറയാം. ഞങ്ങളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾ വന്ന ഉടനെ എന്നെ ഫോൺ വിളിക്കാൻ പറയണം. എനിക്ക് ഇമാതിരി കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല, എന്നെ വെറുതെ നാണം കെടുത്താനായിട്ട്. എനിക്കും ജോലിയും വേലയൊക്കെ ഉള്ളതാ. പക്ഷെ അതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഞാൻ അവളുടെ പുറകെ നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവളോടുള്ള ഇഷ്ടക്കൂടുതലുണ്ടാ. കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഇത് കേട്ടപ്പോൾ മഹിമ മസൂദനോട് പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും? കണ്ടില്ലേ, ഇപ്പം നമ്മൾ ആരുമല്ലാതെ. എനിക്കൊന്നും നല്ല സംശയമുണ്ട്, അവൾ മിക്കവാറും അവൻ്റെ കൂടെ എങ്ങാനും പോയി കാണും, ആ ശ്രീകാന്തിൻ്റെ കൂടെ. എനിക്കറിയില്ല, അങ്ങനെയാണ് വെറുതെ വിടാൻ പോകുന്നില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയാണ്. നീ വാ എന്നും പറഞ്ഞുകൊണ്ട് മഹിമയുടെ കൈയും പിടിച്ചുകൊണ്ട് മസൂദനെ അങ്ങോട്ട് ഇറങ്ങിപ്പോവാ. കാരണം ശ്രീകാന്ത് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മോളെ കണ്ടെത്താൻ തന്നെ അവരെങ്ങനെ തീരുമാനിക്കുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് അടുത്ത ദിവസം കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പം ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ വരും കേട്ടോ. അപ്പം എല്ലാവരും മറക്കാതെ കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.